നമസ്കാരം. പതിരും കതിരും. കടലിന് കറുത്ത നിറമായിരുന്നു. ഒരു കൊട്ടാരവും ഒരു മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും വിശപ്പടങ്ങാത്ത പോലെ തിരമാലകൾ തീരത്ത് തലതല്ലിക്കൊണ്ടലറി. MDയുടെ രണ്ടാം ഊഴം എന്ന ക്ലാസിക് നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഹസ്തിനപുരത്തിൻ്റെ നാശമാണ് പിന്നീടുള്ള വർണ്ണന. ഒരു പ്രസ്ഥാനത്തെ പ്രളയം വിഴുങ്ങുന്ന കാഴ്ചയും സമാനമായി നമുക്ക് ഭാവന ചെയ്യാം. മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടവർ 5 പേരും ഇറങ്ങിക്കഴിഞ്ഞു. കരിമേഘം തിങ്ങിയ ആകാശം. അവർ ഹെലികോപ്റ്ററിലിരുന്ന് താഴോട്ട് നോക്കിക്കൊണ്ടിരുന്നു. അകലെ AKG സെൻറ്ററിൻ്റെ കൊടിമരത്തിന് മുകളിലാകണം കുറച്ച് സ്ഥലം കടൽ ജലം നിശ്ചലമായി കിടക്കുന്നു. പിണറായി വിജയൻ്റെ അധികാര ക്രീഡകളെല്ലാം കഴിഞ്ഞ കമ്മ്യൂണിസം വിശ്രമിക്കുന്ന കളിക്കളം പോലെ. അതിനു മുമ്പിലതാ ചൈതന്യ സ്തംഭമായി പാർട്ടി കൊണ്ടു നടന്ന അരിവാൾ ചുറ്റിയ ഒടിഞ്ഞ് മേലോട്ട് മലർന്നിരിക്കുന്നു. താഴെ നോക്കത്താവുന്ന മണ്ഡലങ്ങളിലെല്ലാം നുറുങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ ശേഷിപ്പുകൾ മാത്രം. UDFൻ്റെ വിസ്മയത്തിര എടുത്തെറിഞ്ഞപ്പോൾ തകരാതെ രക്ഷപ്പെട്ടത് ചിലർ മാത്രം. ആ ക്യാബിനറ്റ് ബസ് മണലിൽ മുഖം പൂഴ്ത്തി ചരിഞ്ഞു കിടക്കുന്നു. പ്രതികാരത്തിൻ്റെ പ്രളയം വിഴുങ്ങുന്നതിനിടയിൽ ചവച്ചു തുപ്പിയ 13 മന്ത്രിമാർ ചെളിയിലാണ്ട് നിശ്ചലരായി കിടക്കുന്നു. അതിലൊരു സ്ത്രീയുടേതാണെന്ന് തോന്നുന്നു. വലത് കൈ കഴുത്തിൽ താങ്ങിയ നിലയിലായിരുന്നു. താൻ മേധം ചെയ്ത യാഗത്തിലെ ബലിമണ്ഡപത്തിൽ ജീവൻ വെടിഞ്ഞ ശരീരങ്ങൾ പോലെ നനഞ്ഞ മണ്ണിൽ പൂണ്ടാണ് അവർ കിടക്കുന്നത്. പിണറായി ആ കാഴ്ചകളെല്ലാം ആകാശത്തിരുന്ന് കണ്ടു. ഹെലികോപ്റ്റർ കരിമേഘങ്ങൾക്കിടയിലൂടെ കണ്ണൂരിലേക്ക് പോയി. ആകാശം അപ്പോഴും ചോർന്നൊലിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരശരീരി മുഴങ്ങി. ഓർമ്മിക്കുക, ആരംഭത്തിനെല്ലാം അവസാനമുണ്ട്. സത്യത്തിൽ പിണറായി വിജയൻ എന്നൊരാൾ ഇല്ല. അതൊരു സാങ്കല്പികമായ സൃഷ്ടിയാണ്. അങ്ങനെ കാണാനാണ് രസം. ശകവർഷം 1867-നും കൊല്ലവർഷം 1201-നും ഇടയിൽ കേരളത്തിലെ കണ്ണൂർ പാറപ്പുറത്ത് വന്നുപോയ ഒരാളെന്ന് മാത്രം കരുതിയാൽ മതി. തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും ക്ലിഫ് ഹൗസിലും കിറ്റ് നൽകിയ തുണിസഞ്ചിയുടെ പുറത്തുമെല്ലാം കണ്ടവരുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ പ്രത്യക്ഷമായ അനുഭവത്തിൽ ആളില്ല. അധികമാർക്കും അടുത്ത് കാണാനും പറ്റിയിട്ടില്ല. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നുക. വെളുത്ത പുകമൂടിയ ഒരു പുലർച്ചെ ആളകമ്പടിയില്ലാതെ മകൾക്കൊപ്പം വന്ദേ ഭാരതിൽ കയറി ആ ചരിത്രം സ്ഥലം വിട്ടിരുന്നു. അപ്പോൾ വോട്ടെണ്ണി തുടങ്ങിയിരുന്നില്ല. ഒരു കാരുണ്യം കൈനീട്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർ അത് തിരിച്ചറിയാതെ പോയത്? എനിക്ക് നിങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിലൊരു സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും സ്പർശമുണ്ട്. പകരം ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ആധിപത്യത്തിൻ്റെ ഒരു ഫീലുണ്ട്. കേരളത്തിലെ മനുഷ്യർ സൂക്ഷ്മമായി ആ അപകടം തിരിച്ചറിഞ്ഞു. ആരായിരുന്നു മുണ്ടുടുത്ത് നടന്നുപോയ ആ ചരിത്രം? കമ്മ്യൂണിസത്തെ തിരുത്താൻ വന്ന ക്യാപ്റ്റൻ, പ്രസ്ഥാനത്തെ ഒരു സാമ്പത്തിക സ്ഥാപനമാക്കി മാറ്റിയ വിപ്ലവകാരി, അണികളെ അടിമകളാക്കിയ ഏകഛത്രാധിപതി, തൻ്റെ കൊടിയ ദാരിദ്ര്യത്തിൻ്റെ എല്ലാം കണക്ക് ജനത്തിൻ്റെ കാശുകൊണ്ട് അവരോട് തന്നെ പ്രതികാരം ചോദിച്ചയാൾ, കേരളമെന്ന ഈ ഭൂഗോളത്തെ ഒരു മുട്ടയായി പൊരിച്ച് വായിലാക്കിയ രാഷ്ട്രീയ ബഗൻ, ഉലയാത്ത കുപ്പായവും ഉടയാത്ത അഹന്തയും ഒരു സഖാവിൻ്റെ ജൈവ ഗുണങ്ങൾ അല്ലേ അല്ല. ചോദ്യങ്ങളെ കയ്യേറ്റങ്ങളായി കാണുന്ന പണ്ടത്തെ അധ്യാപകരെപ്പറ്റി MN വിജയമാഷ് എഴുതിയിട്ടുണ്ട്. 13ൻ്റെ ഗുണന പട്ടികയാണ് അതിനുള്ള ശിക്ഷ. ഇങ്ങനെ ജനങ്ങളെ ശിക്ഷിച്ച ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടായിട്ടില്ല. കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് കല്ലിനൊപ്പം നാറാണത്തുഭ്രാന്തനും വീഴുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ധർമ്മിഷ്ഠന്മാർക്ക് അധർമ്മം ചെയ്യാനുള്ള ആളുകളെയാണ് നമ്മൾ ഗുണ്ടകളെന്ന് വിളിച്ചിരുന്നത്. യൂണിഫോം ഇട്ട പോലീസിനെയും കൊടിപിടിച്ച യുവാക്കളെയും എല്ലാം തൻ്റെ ഗുണ്ടകളാക്കി പ്രതികാരത്തിനയച്ച ഒരു ഭരണാധികാരി. കരഞ്ഞ മനുഷ്യരുടെ കണ്ണീരൊന്നും കണ്ടില്ല. ആർത്തനാദങ്ങളൊന്നും ആ ചെവി കേട്ടില്ല. നിത്യദാരിദ്ര്യം കൊണ്ട് മുണ്ടുമുറുക്കിയെടുത്ത മനുഷ്യരുടെ പ്രധാന പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കിയില്ല. പകരം അതിദാരിദ്ര്യം തുടച്ചു നീക്കിയതായി പ്രഖ്യാപിച്ചു. അരുതെന്ന് പറഞ്ഞവരെ എല്ലാം ശത്രുക്കളാക്കി. ചോദ്യം ചോദിച്ചവരെയെല്ലാം പുറത്താക്കി. തൻ്റെ കാലം എത്രമാത്രം ജീർണിച്ചതായിരുന്നുവെന്ന് തിരിച്ചറിയാൻ പിണറായിക്കിനി എത്ര കാലം വേണ്ടിവരും? കണ്ണകന്നാൽ മനസ്സകന്നു എന്നൊരു ചൊല്ലുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ ഉൾക്കണ്ണ് എന്നും മനുഷ്യനിൽ നിന്നും അകന്നോ അന്ന് തീർന്നു അതിൻ്റെ കച്ചവടം. ഒരർത്ഥത്തിൽ പിണറായി വിജയൻ്റെ വെള്ളം കുടിച്ചുള്ള വിജയം കോൺഗ്രസ് നേതാക്കൾ നൽകിയ ഒരു ദാനമാണ്. ആരെങ്കിലും ഒന്ന് വായു, എനിക്ക് വേണ്ടി പ്രചാരണത്തിനെന്ന് അവിടുത്തെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് കരഞ്ഞു പറഞ്ഞു നേതാക്കളോടെല്ലാം. ഞാനിവിടെ തനിച്ചേ ഉള്ളൂ, എൻ്റെ പ്രചാരണ ബോർഡുകൾ വരെ നശിപ്പിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് വന്ന് ഒന്ന് പ്രസംഗിച്ചിട്ട് പോകൂ. പക്ഷെ ആരും ചെവിക്കൊണ്ടില്ല. എല്ലാവരും പുച്ഛിച്ചു തള്ളി. ധർമ്മടത്ത് തമ്പുരാൻ തോൽക്കുകയോ, വെറുതെ എന്തിനു മെനക്കെടണമെന്നായി അവർ. എല്ലാവരും ഊറിച്ചിരിച്ചു. ആരെങ്കിലും പോയി നല്ല 4 പ്രസംഗം നടത്തിയിരുന്നെങ്കിൽ പിണറായി വിജയനും അയൽപക്കത്തെ സ്റ്റാലിനെ പോലെ വീട്ടിലിരുന്നേനെ.
പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട കാര്യമൊന്നും വരുമായിരുന്നില്ല. കാൽക്കീഴിലെ മണ്ണൊലിക്കുന്നത് കാണാൻ കഴിയാത്ത ഈ മനുഷ്യൻ എങ്ങനെയാണ് 6 പതിറ്റാണ്ട് കാലം കേരളത്തിൽ രാഷ്ട്രീയം കളിച്ചത്? ഫലമറിഞ്ഞാലുടൻ ദർശനം നൽകാനും സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി നിശ്ചയിക്കാനും പ്രസ് മീറ്റ് വിളിച്ചിരുന്നു 11 മണിക്ക് കണ്ണൂരിൽ. പക്ഷേ ജനം പാർട്ടിക്ക് തൊഴി കൊടുത്ത് വീട്ടിൽ പോ പിണറായി എന്ന് ആട്ടിവിട്ടതോടെ പിന്നെ പുറം ലോകത്തേക്ക് ഇറങ്ങിയിട്ടില്ല ആ തല. കരസ്ഥ പായസം ത്യക്ത ശ്ലോകം പോലെ പ്രതാപം നശിച്ച് വീട്ടിലിരിക്കുമ്പോൾ ചൊല്ലേണ്ട ശ്ലോകം വല്ലതും ഗീതയിലുണ്ടോ സഖാവേ? ഇന്ന് രാവിലെ പിണറായി തലസ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. തീർത്തുവെച്ച പായും തലയിണയും തേച്ചു വെച്ച ഉടുപ്പുകളുമൊക്കെ കൊണ്ടുപോകാൻ. വല്ലപ്പോഴും ഇത്തിരി വെള്ളം കുടിക്കാൻ ആ അതിജീവിത കപ്പും കൂടി കരുതണേ. ഇനിയിപ്പോൾ ഇടം കൈ കൊണ്ട് പിടിച്ച് കുടിക്കാനൊന്നും പ്രയാസപ്പെടണ്ട, 2 കൈയും ചേർത്ത് പിടിച്ച് ഇഷ്ടം പോലെ കുടിക്കാം.